ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ വ്ളോഗ് ഇടൽ. പക്ഷേ അധികം ഞാൻ ഷോർട്ട് വീഡിയോസാണ് ഇടൽ. പക്ഷേ നമുക്ക് വാച്ച് അവർ കൂടണമെങ്കിൽ ലോങ് വീഡിയോസ് തന്നെ ഇടണം. അതുകൊണ്ട് തന്നെ ഒരു 3 മിനിറ്റെങ്കിലും മസ്റ്റായിട്ട്, ആകെ 3 മിനിറ്റാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ മസ്റ്റായിട്ട് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നേരെ ഞാൻ അടുക്കളയ്ക്കാണ് പോയത്. ഒന്നാമത് ഞാൻ നേരെ വൈകിയാണ് നീച്ചിരുന്നത്. അങ്ങനെ ഞാനാണ് കടലക്കറി ഉണ്ടാക്കൽ. കടലക്കറിയല്ല, ഞാനാണ് പൊതുവെ കറി ഉണ്ടാക്കൽ. പക്ഷേ ഉമ്മയാണ് ഓട്ടാട ദോശ അങ്ങനെയൊക്കെ കടികൾ ഉമ്മയാണ് ഉണ്ടാക്കൽ. അങ്ങനെ ഇവൻ്റെ വിചാരം ആ മാവ് ജ്യൂസാണെന്ന് കേട്ടോ. ഞങ്ങളുടെ ആ മാവ് ഇട്ടിച്ച പാത്രത്തിലാണ് ജ്യൂസ് ഉണ്ടാക്കിയേക്കില്ല. അപ്പോൾ അവൻ്റെ വിചാരം അത് ജ്യൂസാണെന്നാണ്. അങ്ങനെ കറിയൊക്കെ ഞാൻ സെറ്റാക്കി. പിന്നെ തലേന്നത്തെ പാത്രങ്ങൾ കുറേ കഴുകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീനാക്കി വെച്ചാണ്ട് വേഗം ഓന് ചായ ഒഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നാണ്ട്. ഇതെന്തിനായി മിക്സിൻ്റെ ജാറിലിട്ട് വെച്ചാൽ കടലക്കറി കുറച്ച് മുറ്റായി നിൽക്കണമെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ച കടലയിൽ നിന്ന് കുറച്ച് കടലൊക്കെ എടുത്താണ്ട് ഒന്ന് അരച്ചാണ്ട് അതിക്ക് പറഞ്ഞുകൊണ്ട് തിളപ്പിച്ചാൽ കടലക്കറി കുറച്ച് മുറ്റായി നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങ അരച്ച് പറയേണ്ട ആവശ്യമൊന്നും വരില്ല. അങ്ങനെ ഞാൻ പിന്നെ ഓനെയും കൊണ്ട് പല്ലേച്ച് മുഖം കഴുകി കൊടുക്കുക ചാടിക്കാൻ വേണ്ടി. പല്ലൊക്കെ ഭയങ്കര മടിയായിട്ട് ഗൈസ്, ഭയങ്കര മടിയാണ്. അങ്ങനെ ഞാൻ ചായക്കട കൊടുത്ത് ഓരോ ദിവസം ഓരോ മൂടാണ്. ചില ദിവസം കടി നല്ലോണം തിന്നും, ചില ദിവസം കടി തിന്നില്ല. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ കൈക്ക് എൻ്റെ ഫോൺ കേടന്നിരിക്കണം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോണിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പണിക്ക് പോകുമ്പോൾ ഫോൺ കിട്ടണില്ല. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ വൈകുന്നേരത്തെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഞാൻ എനിക്ക് വൈകുന്നേരം ചുടുവെള്ളവും ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തത്. ബിസ്ക്കറ്റ് അത്ര നല്ലതൊന്നുമല്ല കുട്ടികൾക്ക് കൊടുക്കുന്നത്, പക്ഷേ വേറെ കടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തത്. അങ്ങനെ പിന്നെ കുറേ നേരം ഇങ്ങനെ പുറത്ത് നോക്കി കുത്തത് ഞാനും ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നേരത്തെ പിന്നെ എനിക്ക് ഞങ്ങളെ മൂത്താപ്പൻ്റെ വീടാണ് അടിയിലുള്ളത്. അങ്ങോട്ട് പോകണം പറഞ്ഞാണ്ട് വാശി പിടിച്ച്. ഇതാ വരുന്നത് എന്താ വെച്ചാൽ ഓൻ ആ പൂസനുണ്ടല്ലോ, ആ വെള്ളം കുടിച്ചിട്ട് ആ പൂസനെ ആട്ടിക്കാണ്ട് വരികയാണ്. അങ്ങനെ ചെരുപ്പിടാൻ വന്നാണ്ട് മൂത്താപ്പൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് ഇത് ഓന് അവിടുത്തെ പപ്പാനെ കണ്ടിങ്ങനെ ഇറങ്ങി വരിക കേട്ടോ. അങ്ങനെ അവിടെ മൂത്തമ്മന്ന് വെള്ളപ്പം എന്തോ ചുട്ടി ചെയ്യാണ്. അപ്പം അങ്ങനെ അതും തിന്ന് കുറച്ച് ഞാനും തിന്ന് കുറച്ച് ഓനക്ക് കൊടുത്ത്. നല്ല രസമുണ്ടായി, നല്ല ടേസ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസ് ഫുള്ളായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി എന്നാൽ ഓക്കെ ബൈ.